കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും, അതായത് SSLC പ്ലസ് IT ആണ്. IT വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈനായിട്ടൊക്കെ അപേക്ഷ നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ്, അതുപോലെ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ഈ ജോലിയോട് നമുക്ക് ജോലി കിട്ടിയ എന്തൊക്കെ ബെനിഫിറ്റാണ് കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, വീഡിയോ മുഴുവനായിട്ടും കാണുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് GOCL എജുലാൻഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലും കയറിയിട്ട് റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെയും അറിയാൻ പറ്റും. അങ്ങനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല. ഇത് കേട്ട് നിങ്ങൾ ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇത് ടെമ്പററി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് ടെമ്പററി അതിലെ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ 5 വർഷത്തേക്ക് വിളിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ തന്നെ പെർമനൻറ്റ് വേക്കൻസി വിളിക്കാറുണ്ട്. അപ്പോൾ പെർമനൻറ്റ് വേക്കൻസിയിൽ എക്സ്പീരിയൻസ് മാൻഡറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കാറ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കോൺട്രാക്ട് ബേസിൽ നിങ്ങൾ കയറി എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ 5 വർഷത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട. 5 വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ 5 വർഷം നമ്മൾ പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിക്കും. ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇത്തരം കോൺട്രാക്ട് ബേസിൽ വീണ്ടും എന്ത് ചെയ്യാം, തുടരുന്നതിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ 5 വർഷം എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ട് ബേസിൽ അങ്ങനെ തുടർന്നോളം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഗവൺമെൻറ് എക്സാമുകളും എഴുതാം, നിങ്ങൾക്ക് എല്ലാവിധ രീതിയിലുള്ള പ്രിപ്പറേഷനും ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഇത്തരം ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് തന്നെ വേറെ വിളിക്കുകയാണെങ്കിൽ അതിലേക്ക് എഴുതാം, അതിൻ്റെ എക്സാം എഴുതാം. എക്സാം എഴുതുന്ന യാതൊരു തടസ്സവും ഇല്ല. ഇങ്ങനെയുള്ള ഏതൊരു റിക്വയർമെൻറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി, ഞാനിത് ജനറലായിട്ട് പറയുകയാണ്, കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ടെമ്പററി പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളൊരു ടെമ്പററി പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കത് ചില ആളുകൾ പെർമനൻറ്റ് വേക്കൻസി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് യാതൊരുവിധ തെറ്റുമില്ല. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യലൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. 3 അല്ലെങ്കിൽ 4, 5, 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് പോകണമെന്ന് ഞാൻ പറയില്ല. അതല്ല, നമുക്ക് ഫൈനാൻഷ്യലി ഓക്കെ അല്ല, നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു പെർമനൻറ്റ് ജോലിയിലേക്ക് കയറണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത്തരം ജോലിയിൽ കയറിയിട്ട് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ മാക്സിമം നമ്മൾ പഠിച്ചിട്ട്, നമ്മളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന വലിയൊരു ക്രൈറ്റീരിയ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ മാസവും കടന്നു പോകുന്നത് നമുക്ക് പെട്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നിശ്ചിത ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നിശ്ചിത ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിപ്പോകണം, അല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏണിങ്സ് ഉണ്ടാക്കുകയും അതിൻ്റെ കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ഇനി ഇത്തരം ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ അവിടെ തന്നെ തുടരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും. ധാരണ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, ഓൺലൈൻ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന കോൺട്രാക്ട് ബേസിലാണ്. ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്ന ട്രേഡുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഷീറ്റ് മെറ്റൽ വർക്കർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓരോ കാറ്റഗറിയാണ്, അത് ഫാബ്രിക്കേഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ പിന്നെ ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഷീറ്റ് മെറ്റൽ വർക്കറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ SSLCയും ITയും ആണ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഷീറ്റ് മെറ്റൽ വർക്കറിൽ നിങ്ങൾ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വെൽഡറിലേക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് എല്ലാത്തിലേക്കും വേണം. ഞാൻ 10ാം ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാ ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിന് കൂടെ ITയും ആണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ വെൽഡറിലോ അല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, വെൽഡറിലേക്ക്. ഇനി നിങ്ങൾക്ക് മെക്കാനിക് ഡീസൽ കഴിഞ്ഞവർക്ക് മെക്കാനിക് ഡീസലിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ നിങ്ങൾക്ക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലംബറിലേക്ക് പ്ലംബറിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പെയിൻറ്ററിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക് മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഷിപ്പ്രൈറ്റ് വുഡ് ഓർ കാർപ്പൻറ്റർ, ഒന്നെങ്കിൽ ഷിപ്പ്രൈറ്റ് വുഡ് അല്ലെങ്കിൽ കാർപ്പൻറ്റർ, ഇതിലേതെങ്കിലും കഴിഞ്ഞവർക്ക് ഷിപ്പ്രൈറ്റ് വുഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മെഷീനിസ്റ്റിൽ IT കഴിഞ്ഞവർക്ക് മെഷീനിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, കോൺട്രാക്ട് ബേസിലാണെങ്കിലും ഇവർ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഇതിൽ നിർബന്ധമാണ്. ആ 3 ഇയർ എക്സ്പീരിയൻസ് എന്ന് കേട്ട് നിങ്ങൾ ഇതാകണ്ട. നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു 2 വർഷത്തെ അപ്രൻറ്റിഷിപ്പോ ഇനി 1 വർഷത്തെ അപ്രൻറ്റിഷിപ്പും പിന്നെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതത് ട്രേഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇത്തരം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എന്താണ് ഈ പറയുന്ന എക്സ്പീരിയൻസിനെ വേണമെന്നില്ല. നിങ്ങളുടെ റിലവൻറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആണെങ്കിലൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതാണ് പ്രൈവറ്റ്, പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് ഏതായാലും പറ്റും കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് എന്നുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്കിപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ ഉള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും പറ്റും. അപ്പോൾ നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾക്ക് 3 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്രൻറ്റിഷിപ്പിൻ്റെ ആ ഡ്യൂറേഷൻ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാം. അതായത് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങും നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാം. അപ്രൻറ്റിഷിപ്പിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പും അതിനനുസരിച്ച് നിങ്ങൾക്ക് 1 വർഷത്തെ അപ്രൻറ്റിഷിപ്പ് ചെയ്തു പ്ലസ് എന്താണ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ 3 ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 16 ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ 30 വരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് SC/ST OBCൻ്റെ ഒക്കെ വേക്കൻസി ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 224 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഈ 224 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഏകദേശം 18 മാസം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡിലൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 18 മാസത്തോളം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നവരെ അങ്ങനെ ഡേറ്റ് ആണ് ഏതാണ് ഏറ്റവും ആദ്യം വരുന്നത് വെച്ചാൽ ആ ഒരു ഡ്യൂറേഷൻ വരെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതിലേക്ക് സെലക്ട് ആയിട്ടും ജോയിൻ ചെയ്യാതെ വേറെ ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റിൽ കയറി പോകുന്നവരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ വരാതിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ വേക്കൻസിയിലേക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് സാധ്യത ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേക്കൻസി. നിങ്ങൾ 224 വിചാരിച്ച് നിൽക്കേണ്ട, മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം വേക്കൻസി ഞാൻ പറയണം തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എല്ലാത്തിലും നമുക്ക് ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരുവിധ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഏത് ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, ഏത് കാറ്റഗറിക്കും. ഇനി നിങ്ങൾക്കിവിടെ കാണാം പീരീഡ് ഓഫ് കോൺട്രാക്ട് 5 ഇയേഴ്സിലേക്കാണ് ടോട്ടലി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ പറയുന്നുണ്ട് 23,300 രൂപയാണ് നിങ്ങൾക്ക് കൺസോൾട്ടേറ്റഡ് പേയ്മെൻറ്റ് കിട്ടുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വർക്ക് ഉണ്ടാവും. വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 5,830 പെർ മന്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്കൊരു ഏകദേശം എന്താണ് 29,000 അല്ലെങ്കിൽ സംതിങ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ 3 വർഷമാണ് ഇനീഷ്യലി അവർ ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞത്. കൂടുതൽ എന്താണ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരെന്ത് ചെയ്യും, അവർ നല്ല രീതിയിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ റെമ്യൂണറേഷനിൽ കുറച്ചും പാടെ കൂട്ടി തരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ തന്നെ ആയിരിക്കും അധികം. പിന്നെ ഇവരുടെ വിവിധ സൈറ്റ് പ്രൊജക്റ്റ് അവിടേക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട് അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 30 ഡിസംബർ 2024 ഏജ് കണക്കാക്കുന്നത്. 45 വയസ്സ് കഴിയാൻ പാടില്ല. ഏജ് ലിമിറ്റ് 45 ഇയേഴ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം 18 വയസ്സും മാക്സിമം 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്കും ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫേസ് 1 ഫേസ് 2 ആണ്. ഫേസ് 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും ഫേസ് 2 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റും ആണ്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് ഫേസ് 2-നാണ്. ഇപ്പോൾ ഫേസ് 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ് നടക്കുന്നത് 30 മാർക്കിന്. ബാക്കി 70 മാർക്കും വന്നിരിക്കുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റിനാണ്. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ നിങ്ങൾ അതത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം നിലവിൽ അവിടെ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് ബേസിൽ അവർ വർക്ക് ചെയ്യുകയാണ്. അവരുടെ ഇയർ എന്താണ് കഴിയാൻ പോവുകയാണ്. അതായത് ലാസ്റ്റ് ഇയറിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ കോൺട്രാക്ട് പീരീഡ് തീരാൻ പോവുകയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ 5 വർഷത്തേക്ക് കയറി കഴിഞ്ഞാൽ 5ാമത്തെ വർഷമാകുന്ന സമയത്ത് ആ ഇയറിൽ വരുന്ന നോട്ടിഫിക്കേഷനിലേക്കൊക്കെ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിലുള്ള നോട്ടിഫിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി പെർമനൻറ്റ് നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഏത് ഡ്യൂറേഷനിലും പെർമനൻറ്റ് വേക്കൻസി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. SC/ST PWD കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഡിസംബർ 16 ആണ്.
ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ 18 മാസത്തോളം, അതായത് ഈ പറയുന്ന ലാസ്റ്റ് കാൻഡിഡേറ്റ്സ്, അതായത് ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ആൾ ജോയിൻ ചെയ്ത് ആ റിപ്പോർട്ട് ചെയ്ത ആ ഡേറ്റ് മുതൽ ഏകദേശം 18 മാസത്തോളം എന്ത് ചെയ്യും അവർ റാങ്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു പൊസിഷനിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതാണ്. നേരെ നമുക്കിനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. ഇനി അതെല്ലാം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ജിയോസി അല്ലെങ്കിൽ ജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അങ്ങനെ കയറി നിങ്ങൾ താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു കോളം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലും കേരള ജോബ്സിലൊക്കെ അതുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാം 1 2 3 4 5 പോസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിൽക്കുള്ളൂ. അത് 5 പോസ്റ്റിൽ അധികമായി കഴിഞ്ഞാൽ അത് ഇവിടെ കാണില്ല. അത് കിട്ടണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ ആ പേജാണോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഓരോന്നും കാണാൻ പറ്റും. ഇനി ഈ പേജിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് 24 പേജുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളത് എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. ഇപ്പോൾ ഞാനിവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് 224 അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്നുള്ളത് നോക്കിയാൽ മതി. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൽ രജിസ്ട്രേഷനും ലോഗിനും ഉണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം പേജ് ലോഡ് ആവുന്നുണ്ട്. അങ്ങനെ പേജ് ലോഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേരും അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓർ ഫീമെയിൽ, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അഗ്രി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ള ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ടെലഗ്രാം വഴിയൊക്കെ നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അടിയിൽ അതിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്ന വീഡിയോസ്, നമ്മളെങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ കേട്ടോ. കുറച്ച് 1 2 പേര് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 2 ആളുകൾ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരാവുന്നൊരു സ്കീമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഓരോ വീഡിയോൻ്റെ അടിയിലും ഉണ്ടാവും. ഓക്കെ, ആ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചാനലിന് നല്ലൊരു സപ്പോർട്ടാവും. അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് വേറെ സെപ്പറേറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആ കമൻറ്റിൽ തന്നെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ എന്താണ് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചാനലിൽ മെമ്പറായാലും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പരിഗണന കൊടുക്കാനും അവരാവശ്യപ്പെടുന്ന വീഡിയോസ് ചെയ്യാനൊക്കെ യൂട്യൂബിൻ്റെ തന്നെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. എല്ലാ വീഡിയോയുടെ അടിയിലും ഉണ്ടാകും ജോയിൻ എന്നുള്ള ബട്ടൺ ഉണ്ടാകും. അതിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൻ്റെ മെമ്പറാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ 1 2 കമൻ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മാത്രമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മറ്റൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊരു പേയ്മെൻറ്റ് അതിൽ നിങ്ങൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ അതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്